ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് ലേഖനമെഴുതിയ കേസിൽ സിദ്ധാർത്ഥ വരദരാജൻ, കരൺ ഥാപ്പർ എന്നിവരെ ചോദ്യം ചെയ്യാനൊരുങ്ങി അസം പോലീസ്. രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് അയച്ചു. ഓഗസ്റ്റ് 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഇരുവരും ദി വയർ ഓൺലൈൻ മാധ്യമപ്രവർത്തകരാണ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ദി വയർ അതുപോലെ സിദ്ധാർത്ഥ വരദരാജനും കരൺ ഥാപ്പറും നിരന്തരം രാജ്യത്തിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കുക, വിദേശ രാജ്യങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് ഇവിടെ വാർത്തകൾ പടച്ചുവിട്ട് വലിയ അനിശ്ചിതത്വത്തിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നുള്ള വലിയ ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്ന രണ്ടുപേരാണ്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ അസം പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, ഈ സിദ്ധാർത്ഥ വരദരാജനും അതോടൊപ്പം കരൺ ഥാപ്പറും ഒരു സാധാരണ മാധ്യമപ്രവർത്തകരെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദ വയർ എന്ന ഓൺലൈൻ സ്ഥാപിച്ച് ഇന്ത്യയിലെ പട്ടാളക്കാരെ, ഇന്ത്യൻ സൈന്യത്തെ, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന, അവഹേളിക്കുന്ന രീതിയിൽ ഇവർ ലേഖനം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ചേർന്ന് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തു. സെഡിഷൻ അടക്കം ഇവർക്കെതിരെ 6 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ രണ്ടുപേരോടും ഓഗസ്റ്റ് 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഹാജരാകാത്ത പക്ഷം അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് അസം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളതും. മുൻപും ഇവർ സമാനമായ രീതിയിൽ രാജ്യവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചും രാജ്യത്തിനെതിരായി ലേഖന പരമ്പരകൾ എഴുതിയും വാർത്തകൾ പ്രസിദ്ധീകരിച്ചും കുപ്രസിദ്ധി നേടിയ 2 മാധ്യമപ്രവർത്തകരാണ് കരൺ ഥാപ്പറും സിദ്ധാർത്ഥ വരദരാജനും.